ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. അങ്ങനെ ട്രാൻസ്ഫർ റൂമേഴ്സ് ഇങ്ങനെ ഡേ ബൈ ഡേ കൂടുതലായി കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. സോ ആർസണലിനെ സംബന്ധിച്ച് ഇപ്പം മിഡ്ഫീൽഡറിൻ്റെയും സ്ട്രൈക്കറിൻ്റെയും റൂമേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുതിയൊരു റൂമർ വന്നിരിക്കുന്നത് ലെഫ്റ്റ് അറ്റാക്കിംഗ് വിങ്ങറിൻ്റെ കാര്യത്തിലാണ്. ബ്രസീലിയൻ വിങ്ങർ റയൽ മാഡ്രിഡ് പ്ലെയറായ റോഡ്രിഗോൻ്റെ കാര്യമാണ് നമ്മളിവിടെ എടുത്ത് പറയുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ബിഗർ പിക്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമ്മർ ആയപ്പോഴേക്കും റയൽ മാഡ്രിഡിൽ റോഡ്രിഗോ സന്തുഷ്ടവാനല്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ധാരാളമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു പെക്കിംഗ് ഓർഡറിൽ പ്ലെയർ കുറച്ച് താഴേക്ക് പോയി എന്നുള്ളത്. കാരണം എംബാപ്പയുടെ വരും, അതേപോലെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ റൈസൊക്കെ ആയപ്പോൾ റൈറ്റ് വിങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഈ ലെഫ്റ്റ് വിങ് ഫേവർ ചെയ്യുന്ന പ്ലെയർ ചെറുതായിട്ട് പെക്കിംഗ് ഓർഡറിൽ താഴേക്ക് പോയി, ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾ കളിപ്പിക്കുക, ഇറക്കിയില്ല, അൺയൂസ്ഡ് സബ്ബൊക്കെ ആയി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പ്ലെയർ സമ്മറിൽ റയൽ മാഡ്രിഡ് വിടും എന്നുള്ള സ്ട്രോങ് റിപ്പോർട്ട്സ് വന്നു ഓൾറെഡി. സോ ഈ ഒരു പ്ലെയർ ഈ ഒരു റൂമേഴ്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒഫീഷ്യലി റിജക്റ്റ് ചെയ്താണ്. ബട്ട് സ്റ്റിൽ റിപ്പോർട്ട്സ് ക്ലെയിം ചെയ്യുന്നതനുസരിച്ച് മിക്കവാറും റയൽ മാഡ്രിഡ് വിട്ടു പോകാൻ ഈ സമ്മറിൽ നല്ല ചാൻസ് ഉണ്ട് റോഡ്രിഗോ എന്നുള്ളതാണ്. സോ അങ്ങനെ വന്നപ്പോൾ അവിടേക്ക് ആർസണലിന് ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ട്സ് വന്നു. സോ ഓൾറെഡി ആർസണൽ ലെഫ്റ്റ് വിങ്ങിലൊരു അറ്റാക്കിംഗ് വിങ്ങറെ നോക്കുന്നുണ്ടായിരുന്നു. നിക്കോ വില്യംസിൻ്റെ ഒക്കെ പേര് വളരെ ശക്തിയായിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ റോഡ്രിഗോ വന്നതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് റോഡ്രിഗോൻ്റെ പേര് വന്നതിന് ശേഷം റോഡ്രിഗോൻ്റെ പേരിനാണ് കുറച്ചും കൂടി കനമുള്ളതെന്നുള്ളതാണ്. സോ ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കേട്ട് വന്നപ്പോൾ തന്നെ ആർസണൽ ഫാൻസ് എല്ലാം ഡ്രീം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ ഒരു നെക്സ്റ്റ് സീസണിലേക്ക് ഒരു ഡ്രീം ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത്. റൈറ്റിൽ സാക്ക, സെൻറ്ററിൽ മേ ബി ഗോയ്ക്കേഴ്സ് ആൻഡ് ലെഫ്റ്റിൽ റോഡ്രിഗോ. മാൻ, അതൊരു വല്ലാത്തൊരു ലൈനപ്പ് തന്നെയായിരിക്കും. ആർസണൽ ഫാൻസിൻ്റെ സ്വപ്നം കാണാൻ വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു ലൈനപ്പ് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ നോക്കുന്നത് ഈ 24 വയസ്സുള്ള ബ്രസീലിയൻ വിങ്ങർ ആർസണലിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ എത്രത്തോളം ഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ആർസണലിന് ശരിക്കും റോഡ്രിഗോനെ വേണോ, ആവശ്യമാണോ, അത്യാവശ്യമായിട്ടുള്ള പ്ലെയർ ആണോ റോഡ്രിഗോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. സോ ഇപ്പോൾ റോഡ്രിഗോ ആർസണലിൻ്റെ പ്ലേയിങ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ റോഡ്രിഗോ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ്. ലെഫ്റ്റ് വിങ്ങിലാണ്. ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ് റയൽ മാഡ്രിഡ് ഈ പ്ലെയർ റൈറ്റ് വിങ്ങിലല്ലേ കളിക്കുന്നത്. ശരിക്കും ഈ പ്ലെയറിന് രണ്ട് വിങ്ങിലും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. സെൻട്രൽ ഏരിയസിലും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. സ്ട്രൈക്കിംഗ് റോളിലും കളിക്കാൻ പറ്റുന്ന പ്ലെയർ തന്നെയാണ്. പക്ഷേ റയൽ മാഡ്രിഡിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ് ഓൾറെഡി വിനീഷ്യസ് ജൂനിയറിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫേവറബിൾ പൊസിഷനിൽ നിന്ന് മാറി റൈറ്റ് പൊസിഷനിൽ ഈ പ്ലെയറിന് കളിക്കേണ്ടി വരുന്നത്. ഈ സീസണിൽ ലാലിഗയിൽ 6 ഗോളും 6 അസിസ്റ്റ് മാത്രമേ ഈ പ്ലെയറിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സീസൺ മൊത്തം റയൽ മാഡ്രിഡിന് ഒരു മോശം സീസൺ ആയിരുന്നുകൊണ്ട് ഈ ഒരു സീസൺ വെച്ച് ആ ഒരു പ്ലെയറിനെ ജഡ്ജ് ചെയ്യുന്നതിനും അർത്ഥമില്ല. സോ ഇനി ആ ലെഫ്റ്റ് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിനെയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. സോ അവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗബ്രിയേൽ മാർട്ടിനെല്ലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ പ്ലേയിങ് സ്റ്റൈലുള്ള ഒരു പ്ലെയറിനെയാണോ റോഡ്രിഗോ വഴി കിട്ടുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്, ഫസ്റ്റ് ചോദ്യം വരുന്നത്. പക്ഷേ ആസ് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് പ്ലേയേഴ്സ് മാർട്ടിനെല്ലി ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഏറെക്കുറെ സിമിലർ പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലെയേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ്. ഇൻസൈഡ് ഫോർവേഡായിട്ട് കളിക്കാൻ കുറച്ചും കൂടി കഴിവുള്ള പ്ലെയറാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടി തിളങ്ങുന്ന പ്ലെയറാണ് റോഡ്രിഗോ. ഒരു വൈഡ് വിങ്ങറായിട്ടല്ല ആ പ്ലെയറിനെ കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഒരു സീസണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു അറ്റാക്കിംഗ് വൈഡ് വിങ്ങർ വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ റോഡ്രിഗോ വരുമ്പോൾ ആ ഒരു വൈഡ് വിങ്ങർ റോൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് റോഡ്രിഗോ വരാണെങ്കിൽ. സോ ഇവിടെ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെയും റോഡ്രിഗോൻ്റെ കാര്യം പറയുമ്പോൾ റോഡ്രിഗോൻ്റെ ഒരു പോസിറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല പേസുള്ള പ്ലെയറാണ്, എലീറ്റ് ഡ്രിബിളർ. ഒപ്പോണൻറ്റിനെതിരെയൊക്കെ ബ്രേക്ക് സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒപ്പോണൻസിനെതിരെ നല്ല ഫാസ്റ്റിൽ പന്ത് ക്യാരി ചെയ്ത് പോയിട്ട് ഡ്രിബിൾ ചെയ്ത് ഇൻസൈഡോ ഔട്ട്സൈഡോ രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് റോഡ്രിഗോ എന്നുള്ളത്. അതേപോലെ കട്ട് ഇൻസൈഡ് ചെയ്ത് ഷോട്ട് എടുക്കുന്നതിലും എടുക്കാനാണ്, അതും മിനിമം ടച്ചസ് വെച്ച്, ഒരുപാട് ടച്ചസ് എടുക്കാതെ തന്നെ കട്ട് ഇൻസൈഡ് ചെയ്ത് മിനിമം ടച്ചസ് വെച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഷോട്ട് എടുക്കുന്നതിലും വളരെ മികച്ച് നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതേപോലെ തന്നെ ഈ പ്ലെയറിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് എടുക്കുന്നതിലും വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള പ്ലെയറാണ്. ആൻഡ് ബോൾ ക്യാരിങ് എബിലിറ്റി ഏറ്റവും നല്ല സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ക്യാരിങ് എബിലിറ്റി ഈ പ്ലെയറിൻ്റെ വളരെ മികച്ച് നിൽക്കുന്ന ഒരു ആട്രിബ്യൂട്ട് തന്നെയാണ്. അതേപോലെ പാസിങ്ങിൻ്റെ കാര്യത്തിലും പ്ലെയർ അത്യാവശ്യം ടോപ്പ് തന്നെയാണ്. ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം ടോപ്പ് തന്നെയാണ് ഈ പ്ലെയർ എന്നുള്ളതാണ്. സോ മാർട്ടിനെല്ലിയുടെ കാര്യം പറയുമ്പോഴും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് മാർട്ടിനെല്ലിയും ചെയ്യാൻ ഉദ്ദേശിക്കാറ്. സോ മാർട്ടിനെല്ലിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേയിങ് സ്റ്റൈലുള്ള ഒരു പ്ലെയറിനെ അല്ല റോഡ്രിഗോ വരുന്നതോടുകൂടി ആർസണലിന് കിട്ടുക ഗബ്രിയേൽ മാർട്ടിനെല്ലിനെ മാറ്റുകയാണെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ്. സോ ഇനി പ്ലെയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ടച്ചിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ, പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പ്ലെയർ അത്ര ബെസ്റ്റ് അല്ല, അത്ര ടോപ്പല്ല. ആൻഡ് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കറിയാം ഗബ്രിയേൽ മാർട്ടിനെല്ലിക്കൊക്കെ ചില സമയത്തൊക്കെ ആ ഒരു വിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ
ഡിഫൻസിനെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാര്യത്തിൽ റോഡ്രിഗോ അത്ര മികച്ചതല്ല. നമ്മൾ ആഴ്സണലായിട്ടുള്ള കളിയിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മളത് കണ്ടതാണ് എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യത്തിൽ പ്ലെയർ അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് ഡിഫൻസീവ് ഡ്യൂട്ടീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ മാർട്ടിനെല്ലിക്കാണ് ഒരു ഇത്തിരി മുൻതൂക്കം കൂടുതൽ എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ പ്ലെയർ ഹാഫ് സ്പേസ് യൂസ് ചെയ്യുന്നതിൽ, അത് നെഗറ്റീവ് അല്ല, അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഹാഫ് സ്പേസ് യൂസ് ചെയ്യുന്നതിൽ പ്ലെയർ കുറച്ചും കൂടി മിടുക്ക് കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വിങ്ങിൽ നിന്ന് സെൻട്രൽ ഏരിയാസിലേക്ക് ഹാഫ് സ്പേസസിലേക്ക് എൻ്റർ ചെയ്ത് ഡിഫൻസീവ് പ്ലെയേഴ്സിനെ തന്നിലേക്ക് ആകർഷിച്ച് തങ്ങളുടെ മറ്റുള്ള ടീംമേറ്റ്സിന് റൺ ചെയ്യാനുള്ള ചാനൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൽ ഈ പ്ലെയർ അത്യാവശ്യം മികച്ച് നിൽക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. സോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതർവൈസ് ഒരു വൈഡ് വിങ്ങറായിട്ട് പ്ലെയറിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഇപ്പോൾ റോഡ്രിഗോ വരാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മിക്ക ഫാൻസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, മീൻസ് ആഗ്രഹിക്കുന്നുണ്ട് റോഡ്രിഗോ വരണം, റോഡ്രിഗോ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ റോഡ്രിഗോ വരണം എന്ന് ആഗ്രഹിക്കുന്നത്. മെയിൻ കാരണം എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ ഒരു ഓൾറെഡി നമുക്കറിയാം വളരെ അപ്ഗ്രേഡഡ് വേർഷനാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലിനെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് അതിനേക്കാൾ ഉപരി പ്ലെയർ ഒരു വിന്നറാണ്. റയൽ മാഡ്രിഡിൽ ഇപ്പോൾ 2019 ഈ ഒരു പ്ലെയർ വന്നതിന് ശേഷം 2 ചാമ്പ്യൻസ് ലീഗ് അടക്കം ലാ ലീഗ് അടക്കം ഒരുപാട് ട്രോഫീസ് വിൻ ചെയ്ത് ക്ലച്ച് പെർഫോമൻസസ്, ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ സിറ്റി ആയിട്ടൊക്കെയുള്ള ലാസ്റ്റ് മിനിറ്റ് ഹെഡർ ഗോളൊന്നും ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. സോ ആ ഒരു ക്ലച്ച് മൊമെൻറ്റ്സ് ലീവ് ചെയ്തിട്ടുള്ള വിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ ടീമിൽ വളരെ വേണ്ടതുമാണ്, ഇപ്പോൾ വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ടീമിലേക്ക് വരുന്നതാണ് ഫാൻസ് ഒരുപാട് ഉറ്റുനോക്കുന്നൊരു കാര്യം. ആസ് എ പേഴ്സണൽ ആർസണൽ ഫാനായിട്ട് പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ് നമുക്ക് വേണ്ടതാണോ റോഡ്രിഗോ എന്നുള്ളതാണ്. കാരണം ഗബ്രിയേൽ മാർട്ടിനെല്ലിനെ മാറ്റിയിട്ട് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ പ്ലേയിങ് സ്റ്റൈലിനോട് സിമിലാരിറ്റി ഉള്ളൊരു പ്ലെയറെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം ഒരു വൈഡ് വിങ്ങറായിട്ട് ഇപ്പോഴും റോഡ്രിഗോനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നീക്കോ വില്യംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിങ്ങറായിട്ട് കൺസിഡർ ചെയ്യാം, പക്ഷേ ആളൊരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റായിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ റോഡ്രിഗോ ആണെങ്കിൽ 24 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ ഒരു പ്രൂവൺ വിന്നറാണ്. അദ്ദേഹത്തിൻ്റെ പീക്ക് കേസ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സോ 2028 വരെ ഈ ഒരു പ്ലെയറിന് റയൽ മാഡ്രിഡിൽ കോൺട്രാക്റ്റ് ഉള്ളതാണ്. പക്ഷേ അവിടെയാണ് അടുത്തൊരു നെഗറ്റീവ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു നമുക്ക് ചെറിയൊരു പ്ലെയറെ കിട്ടാതിരിക്കാനുള്ള സാധ്യത വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം വരുന്നത് പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ ഫീ. അത് നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിരിക്കും. കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ പ്രീമിയർ ലീഗ് ജയിച്ചൊക്കെ നിൽക്കണം, നമ്മുടെ പ്രൊജക്റ്റ് അത്യാവശ്യം വിജയമൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നണം ഓക്കെ ഫൈൻ, ലെഫ്റ്റിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി പോരാ, നമുക്ക് അവനൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വരുമ്പോൾ ഓക്കെ റോഡ്രിഗോനെ കൺസിഡർ ചെയ്യുന്നത് വേറെയാണ്. നമ്മളിപ്പോൾ വളരെ പ്രഷേർഡ് സിറ്റുവേഷൻ, നെക്സ്റ്റ് സീസണിലേക്ക് പോകുമ്പോൾ വളരെ പ്രഷേർഡ് സിറ്റുവേഷനിലേക്കാണ് നിൽക്കുന്നത്. ആ പ്രൊജക്റ്റിൻ്റെ ആയുസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും നെക്സ്റ്റ് 2 ഇയേഴ്സിൽ ഡിസൈഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ അവിടേക്ക് വരുമ്പോൾ ഇത്രയും എമൗണ്ട് മിനിമം 70 മില്യൺ പൗണ്ട്സ് മിനിമം സ്റ്റാർട്ടിങ് റോഡ്രിഗോയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. റയൽ മാഡ്രിഡ് എന്തായാലും ചീപ്പായിട്ട് ഈ പ്ലെയറിനെ വിൽക്കത്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ ഒരു മിക്സിലേക്ക് സാലിബയുടെ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫീയിൽ വലിയ മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ബിസിനസ് നെഗോഷിയേഷൻസ് എങ്ങനെയൊക്കെ പോകുന്നുള്ളത് നമുക്കറിയില്ല, അത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ മിനിമം ഒരു 70 മില്യൺ എങ്കിലും ഒരു ആസ്കിംഗ് പ്രൈസ് റയൽ മാഡ്രിഡ് സെറ്റ് ചെയ്യും. അതൊരു 100-നടുത്ത് പോയാലും നമുക്ക് കുറ്റം പറയാം, 100-70 എവിടെ വേണമെങ്കിലും ആ ഒരു ആസ്കിംഗ് പ്രൈസ് വന്നേക്കാം എന്നുള്ളതാണ്. സോ അത്രയും എമൗണ്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുക്കാൻ നമ്മുടെ ടീം ഇപ്പോൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ള പൊസിഷൻസ് ഫില്ല് ചെയ്യാനുണ്ട്, അറ്റാക്കിംഗ് പൊസിഷൻസ്, സ്ട്രൈക്കർ റോളുണ്ട്, മിഡ്ഫീൽഡ് റോളുണ്ട്, അതുപോലെ ഡിഫൻസിലേക്ക് നമുക്ക് വേണമെങ്കിൽ സൈനിങ്സ് നടത്തേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ആ ഒരു പൊസിഷനിൽ ചിലവാക്കേണ്ടതുണ്ടോ? പക്ഷെ അതിനേക്കാളും ആ ഒരു ഒപ്പീനിയൻ ഓവർഷാഡോ ചെയ്യുന്നതാണ് റോഡ്രിഗോ പോലെ ഒരു വിന്നറായിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ പ്രസൻസ് മാർക്കറ്റിൽ എന്നുള്ളത്. കാരണം മിക്ക ക്ലബ്ബുകളും ഈ ആ ഒരു സമയത്ത് തങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിന് ഒതുങ്ങുമോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ അങ്ങനെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ മേടിക്കാനുള്ള സകല പണിയും നോക്കൂ എന്നുള്ളതാണ്. സോ ചെൽസി ഓൾറെഡി പ്ലെയറിൻ്റെ എൻകറേജായിട്ട് ചെറുതായിട്ടൊരു കോൺടാക്റ്റ് വന്നു എന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. ആൻഡ് സിറ്റി കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഈ പ്ലെയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇതുവരെ സോളിഡ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷേ സിറ്റിയും ആ റേസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഷുഡ് ബി സൈൻ റോഡ്രിഗോ? അതോ റോഡ്രിഗോ നമുക്ക് പറ്റിയ ഒരു പ്ലെയർ ആണോ, അല്ലെങ്കിൽ അതൊന്നും നോക്കണ്ട റോഡ്രിഗോ നമുക്ക് കിട്ടിയേ തീരൂ എന്ന് നിങ്ങൾ കരുതുന്ന ഒരു പ്ലെയർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി മറ്റുള്ള ട്രാൻസ്ഫർ റൂമേഴ്സ് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ
ബ്രൻഫോർഡിൻ്റെ വിങ്ങറായ ബ്രയാൻ എംബൂമോയുടെ കാര്യത്തിലും ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റൂമേഴ്സ് വരുന്നുണ്ട്. തോമസ് ഫ്രാങ്കിൻ്റെ കീഴിലെ ഒരു വിങ്ങർ മികച്ച പെർഫോമൻസ് തന്നെയാണ് ബ്രൻഫോർഡിൽ കാഴ്ചവെച്ചിട്ടുള്ള ഈ ഒരു സീസണിൽ. സോ ആ ഒരു പ്ലെയറിൽ ആർസണൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിലും റൂമേഴ്സ് വരുന്നുണ്ട്. ആൻഡ് മത്തിയസ് ക്യൂന വൂൾസിൻ്റെ പ്ലെയർ മാൻചെസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. 62.5 മില്യൺ പൗണ്ട്സ് ട്രാൻസ്ഫർ ക്ലോസ് അത് മാൻ യുണൈറ്റഡ് എൻഡ് ഓഫ് ദ സീസൺ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പേഴ്സണൽ ടൈംസ് എല്ലാം ഓൾറെഡി എഗ്രി ചെയ്തതാണ്. സോ ആ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായ ആ ഒരു പ്ലെയർ യുണൈറ്റഡിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. സോ ഇനി ഫ്ലോറിയൻ വിർട്സിൻ്റെ കാര്യം പറയാനുണ്ട്. ബയർ ലെവർകൂസൻ്റെ പ്ലെയറിൻ്റെ കാര്യത്തിൽ സിറ്റി ആയിരുന്നു ആ ഒരു പ്ലെയറിന് വേണ്ടി മുൻപിട്ട് നിന്നിരുന്നത്. പക്ഷേ സിറ്റി ആ ഒരു റേസിൽ നിന്ന് പിന്മാറി എന്നുള്ള രീതിയിൽ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട്സ് ഒക്കെ വന്നു തുടങ്ങി. സോ ഇനി ബാക്കിയുള്ളത് ബയൺ മ്യൂണിച്ചും ലിവർപൂളും ആണ്. ബയൺ മ്യൂണിച്ചിനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. പക്ഷേ ഹെഫ്റ്റി പ്രൈസാണ് ബയർ ലെവർകൂസൻ ചോദിക്കുന്നത്. സോ ബയൺ മ്യൂണിച്ച് അത്രയും പ്രൈസൊക്കെ കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പാനിഷ് ലെഫ്റ്റ് ബാക്കായ ആൽവാരോ കരസാസിന് വേണ്ടി അവർ ഒരുങ്ങിയിരിക്കുകയാണ്. ബെൻഫിക്കയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലേക്ക് എത്തിയിട്ടില്ല. അത് ഒഫീഷ്യൽ ബിഡ് വെച്ചിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കപ്പ് ഫൈനൽ സംതിങ് ബാക്കിയുണ്ട്. സോ അതിനുശേഷം മാത്രമേ ബെൻഫിക്കയായിട്ട് കോൺടാക്ട് വയ്ക്കുള്ളൂ. പ്ലെയർ ആണെങ്കിലും ആ ഒരു റയൽ മാഡ്രിഡിലേക്ക് പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് പുതിയതായിട്ട് കിട്ടിയ ട്രാൻസ്ഫർ വിശേഷങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ റൂമേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ എനിവേ റോഡ്രിഗോൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റി ചെറുതായിട്ടൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് have a nice day.